ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കോളയാട് ശ്രീനാരായണമംഗലം വിഷ്ണു ക്ഷേത്രത്തിലാണ്. അവിടെ സപ്താഹ പാരായണം നടക്കുന്നത് കൊണ്ടാണ് ഇന്ന് വൈകുന്നേരം അവിടെ പോകാമെന്ന് വെച്ചത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കാടിനോടും പുഴയോടും പ്രകൃതിയോടും ഇണങ്ങി നിൽക്കുന്ന ഒരു അമ്പലം ഈ നാരായണമംഗലം വിഷ്ണു ക്ഷേത്രം. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക വൈബാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക വൈബാണ്. കാടും പുഴയും ഒരു കിളികളുടെ കളകള നാദവും ഒക്കെയാണ്. ഈ മഴക്കാലത്ത് നമുക്ക് ഇതുവഴി പോകാൻ പറ്റത്തില്ല കേട്ടോ. പുഴ മൊത്തം വെള്ളമായിരിക്കും. മേലെ വയനാടൻ മലചെരുവുകളിലെ വെള്ളമൊക്കെ ഇതുവഴിയാണ് പോകുന്നത്. ഇതിന് മഴക്കാലത്ത് പോകാനുള്ളൊരു പാലാണ് കേട്ടോ. അത് കഴിഞ്ഞ വർഷത്തെ മഴയിൽ, കഴിഞ്ഞ 2 വർഷത്തെ മഴയ്ക്ക് പാലം ഒലിച്ചു പോയായിരുന്നു. അതുകൊണ്ടാണിപ്പോൾ ജനങ്ങളെല്ലാവരും കൂടി തൂക്കുപാലം ഇട്ടതാണ്. അവിടുത്തെ കുറച്ച് ജനവാസികളുണ്ട്, അവരാണ് ആ തൂക്കുപാലം ഇട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് സപ്താഹ പാരായണം 2ാമത്തെ ദിവസമാണ്. അപ്പോൾ വിനോട്ടം പറഞ്ഞു നമുക്കൊന്ന് അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞിട്ട് കുട്ടികൾ നേരത്തെ ഇളയമ്മേൻ്റെ കൂടെ വന്നായിരുന്നു. ഇളയമ്മ അവർ തിരിച്ചായിരുന്നു. വീണ്ടും പകുതിക്കുന്ന നമ്മളെ കണ്ട് അവർ വീണ്ടും നമ്മളെ കൂടെ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് അമ്പലം കണ്ടിട്ടൊക്കെ ഭഗവാനോടൊക്കെ കുറച്ച് സങ്കടങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് വരാമെന്ന് വെച്ചിട്ട് വന്നതാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് വന്നത്. കുട്ടികൾ കണ്ടോ പുഴയിൽ നിന്ന് കളിക്കുകയാണ്. വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും വേണ്ട. അപ്പോൾ ഞാനും അമ്മയും അവർ പുഴയിൽ നിന്ന് കളിക്കുകയാണ്. അപ്പം നമ്മൾ വിനോട്ടം മുന്നേ പോയി. അപ്പം നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ്. അമ്പലത്തിൽ പോയി ഞാൻ പറഞ്ഞല്ലോ, ഇത് ഭഗവാനോട് കുറച്ച് സങ്കടങ്ങളൊക്കെ പറയാനുണ്ട്, അതൊക്കെ പറഞ്ഞിട്ട് വരാം. നേരെ ഭഗവാനെ കണ്ട് തൊഴുത് സപ്താഹം പാരായണം കേൾക്കാനായിട്ട് അവിടെ ഇരിക്കുകയാണ്. നമ്മുടെ ബാബു നമ്പൂതിരിയാണ്, അഡ്വക്കേറ്റാണ് ബാബുട്ടെ. അപ്പോൾ ബാബു നമ്പൂതിരിയാണ് സപ്താഹ പാരായണം വായിക്കുന്നത് ഞാൻ കേട്ടത്. ബാബുട്ടെ വായിക്കുമ്പോഴൊരു പ്രത്യേക ഒരു എന്താ പറയുക, ഭഗവാൻ നമ്മളിലേക്ക് ലയിച്ചു പോകുന്നത് പോലെ തോന്നും. അപ്പോൾ നമുക്ക് പിന്നെ സപ്താഹം കേൾക്കുമ്പോൾ പിന്നെ എഴുന്നേറ്റ് പോകാനേ തോന്നത്തില്ല. അയ്യോ കഴിയല്ലേ ബാബുട്ടെ പറയുന്നത് തീരല്ലേ ഗണ്ടൻ തീരല്ലേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിയാറായുമ്പോഴാണ് എത്തിയത്. കഴിയാനായി, ദേവീസ്തുതി പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കേട്ടായിരുന്നു, പിന്നെ കുറച്ച് ഭരതൻ്റെ കുറച്ച് കഥകൾ കേട്ടു. അപ്പോഴേക്കും അത് തീർന്നു. ദേവീസ്തുതി കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിർത്തുവാണെന്ന് ബാബുട്ടെ പറഞ്ഞായിരുന്നു. അപ്പോൾ കുറച്ച് സമയം നമ്മൾ ആസ്വദിച്ചു. ഭഗവാനെ മനസ്സിലിരുത്തി പ്രാർത്ഥിച്ചു. നാളെ അമ്പലത്തിൽ ഒരു പ്രത്യേക വിശിഷ്ടമായ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട് കേട്ടോ. നാളെ വെള്ളിയാഴ്ച. നിങ്ങൾക്ക് കോളയാട് ഉള്ളവരുണ്ടാവുമല്ലോ, കോളയാട് നാരായണമംഗലം തപ്പനെ അറിയാത്തവരാരും ഇല്ലല്ലോ. നമ്മുടെ വിഷ്ണു ഭഗവാൻ ഒരു സന്താനമൂർത്തിയാണ്. അപ്പോൾ നാളെ എല്ലാവരും ഒരു 10:30ക്കും 11:30ക്കും ഇടയിൽ വരിക. ഭഗവാനെ മനസ്സർപ്പിക്കുക. എന്നിട്ട് ഭഗവാനിലേക്ക് നമ്മൾ ലയിച്ചു കഴിയുക. അപ്പോൾ നാളെ എല്ലാവരും ഒരു 11 മണിയാകുമ്പോൾ അമ്പലത്തിൽ വരണം. അവിടെ പ്രത്യേക ഒരു പൂജ നടക്കുവാണ്. അപ്പോൾ എല്ലാവരും പോകണം കേട്ടോ. മോളാണ് ഈ വീഡിയോ എടുക്കുന്നത്. അവളാണെങ്കിൽ ലാൻഡ്സ്കേപ്പെല്ലാം ഇട്ടിട്ടാണ് എടുക്കുന്നത്. ഞാനും ശ്രദ്ധിച്ചില്ല കേട്ടോ. പിന്നെ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ വീഡിയോസൊക്കെ ഇങ്ങനെ കാണുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഇതന്നെ പോസ്റ്റ് ഇക്കാമെന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ മറക്കണ്ട, എല്ലാവരും നാളെ രാവിലെ ഒന്ന് അമ്പലത്തിൽ വരണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ചടങ്ങ് നടക്കുമ്പോൾ നമ്മുടെ പ്രസൻസ് അവിടെ ഉണ്ടെങ്കിൽ ഭഗവാൻ നമുക്കും കൂടി അനുഗ്രഹം തരും. തീർച്ചയാണ്. നാരായണ തമ്പനെക്കുറിച്ച് പ്രത്യേകിച്ച് അറിയുന്നവർക്ക് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അപ്പോൾ പൂജ ഇതിപ്പോൾ കഴിയാറായി. എനിക്കും ഒന്ന് കൂത്തുപറമ്പൊക്കെ പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോവുകയാണ്. ഇത് അമ്പലത്തിൻ്റെ റോഡ് വശത്തു നിന്ന് എടുത്ത ഫോട്ടോസാണ് കേട്ടോ. പോകാൻ നേരത്തെ എടുത്തതാണ് ഇത്. അപ്പോൾ ബൈ. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഫോളോ ചെയ്യാൻ മറക്കരുത് എന്ന്